അയ്യോ അമ്മച്ചി ആന, എനിക്ക് ആനയെ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു, അടുത്തൂടെയൊക്കെ പോയി തൊടാനൊക്കെ പേടിയൊന്നുമില്ലായിരുന്നു. പക്ഷെ ഭയങ്കര പേടിയാണ്. ഒരു ദിവസം ഒരു വീഡിയോ കണ്ടതാണ്, ഇങ്ങനെ കുറേ പേരെ കൊല്ലുന്നതൊക്കെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇവിടെ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അന്ന് തൊട്ട് എനിക്ക് ആനയെ പേടിയാണ് കേട്ടോ. ഇത് ഇന്നലെ ആലപ്പുഴ പോയപ്പം ഉള്ള അമ്പലത്തിലെ രംഗങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആലപ്പുഴ പഴയ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് എൻ്റെ അനിയത്തിയൊക്കെ താമസിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗൗരിക്കുട്ടിയുടെ വീടൊക്കെ ആലപ്പുഴയിലാണ്. അപ്പോൾ ആറാട്ടിന് പോയതാണ് കേട്ടോ. ആറാട്ടിന് ആ ദിവസത്തെ വീഡിയോ ആണ് ഇത്. അപ്പോൾ ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. തലേന്ന് പള്ളിവേട്ടയൊക്കെ കഴിഞ്ഞ് 2 മണിയങ്ങാണ്ടായി കേട്ടോ. കിടന്ന് ഉറങ്ങി താമസിച്ചാണ്. ഞാൻ 8:30 8:45 എഴുന്നേറ്റ് ഓടിപ്പോയി കുളിച്ച് ഒക്കെ സാരിയൊക്കെ ഉടുത്ത് വന്നപ്പോഴത്തേക്ക് മണി 9:45 കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ശരി, അമ്പലത്തിൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നേ. എല്ലാവരും ഏതൊക്കെ കളറ് പട്ടുസാരികൾ കാണണോ, മാലകൾ കാണണോ, വളകൾ കാണണോ, കമ്മൽ കാണണോ, ഈ ആറാട്ട് ഒരു ദിവസം വന്നാൽ മതി കേട്ടോ. എല്ലാവരും ഏതൊക്കെ സൈസ് സാരികളാണ് അറിയൂ, നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. അത്രയ്ക്ക് നല്ല നല്ല സാരികളാണ്. എല്ലാവരും വാശിക്കാണ് ഉടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ, ഓരോ പട്ടുസാരികൾ. വാശി എന്ന് പറഞ്ഞത് ഞാൻ വേറൊന്നുമല്ല, ഒരാൾ ഉടുക്കുന്നതിനേക്കാളും ഇച്ചിരി കൂടെ കൂടുതൽ നല്ലതായിരിക്കണം, നല്ല കളറായിരിക്കണം, നല്ലതുപോലെ ഉടുക്കണം എന്നൊക്കെ ഉള്ളൊരു വാശിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എനിക്കും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഈ പണ്ടൊക്കെ അങ്ങനെ സാരികളൊക്കെ നല്ലതുപോലെ ഉടുത്ത് ഏത് കളറ് സാരിയാണോ അതേ കളറ് കൈ നിറച്ച് വളയും ഇടും, പൊട്ടിടും, പിന്നെ വലിയ കമ്മലിടും, പക്ഷെ ക്യൂടെക്സ് ഇടും അങ്ങനെ. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. ഏതെങ്കിലും കൈ കിട്ടുന്നൊരു സാരി എടുക്കുക, ഒരുങ്ങുക, പോവുക, പിന്നെ ഇച്ചിരി പൂ വെക്കും, അതൊക്കെയുള്ളൂ കേട്ടോ. ഞങ്ങളുടെ അമ്പലത്തിൽ പൂവൊക്കെ വെക്കണമെന്ന് നിർബന്ധമാണ് കേട്ടോ. സുമംഗലിയുടെ പൂവ്, പട്ടുസാരി, മാല, കഴുത്ത് നിറച്ചു മാലയും വളയും നല്ല സിന്ദൂരവും സിന്ദൂര രേഖയിൽ കുങ്കുമം എല്ലാം ഇട്ട് വേണം സുമംഗലികൾ വരാൻ. അത് 90 വയസ്സായാലും ശരി, 105 വയസ്സായാലും ശരി, അതിൻ്റെ മേളിലായാലും ശരി, സുമംഗലികൾ അങ്ങനെ വേണം അമ്പലത്തിൽ വരാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും പല തരത്തിലുള്ള ഏത് കളർ സാരി വേണമെങ്കിലും ഈ ആറാട്ട് ദിവസം വന്നാൽ നമുക്ക് കാണാൻ പറ്റും. രാവിലെ മുതൽ ശീവേലിയും നാദസ്വരവും ഭയങ്കര പരിപാടികളാണ് കേട്ടോ. വലിയ അമ്പലമാണ്, ഏൻപുരം എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടിട്ടാണ്. ഒത്തിരി പേരുണ്ട്, എല്ലാവരുമായിട്ട് വർത്തമാനം പറയും. നല്ല രസമായിരുന്നു കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു. ഒരു ദിവസമല്ല, പള്ളിവേട്ടയുടെ അതായത് ഇന്നലെ 2 ദിവസവും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ. ആന പോകുന്നുണ്ടോ? ആന പോയപ്പോൾ ഞാൻ ഈ കാറിനകത്തുണ്ടായിരുന്നേ, ഒളിച്ചിരിക്കുമായിരുന്നു കേട്ടോ. ആന വല്ല എന്നെ കണ്ടാലോ ചിലപ്പോൾ ഓടിച്ചാൽ എന്തോയ്യോ, എനിക്ക് ഓടാനൊന്നും വയ്യ. അപ്പോൾ ഞങ്ങളുണ്ടല്ലോ, ചൂട് സഹിക്കാൻ വയ്യാത്തപ്പം നമ്മുടെ പാറക്കുട്ടിയുടെ അച്ഛന് നടക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഈ വണ്ടിക്കകത്ത് തന്നെ AC-ക്കകത്ത് ഇരിക്കുമായിരുന്നു. ഞങ്ങളും പോയി അപ്പാടെ കൂടെ ഇരുന്ന് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഒരു ആന അങ്ങോട്ട് പോയത് കേട്ടോ. ഞാൻ ആന ഓടുവാണെങ്കിൽ കാറിൻ്റെ പുറകെ സ്ഥലം ഉണ്ടായിരുന്നു, അങ്ങനെ പോയി ഇരുന്ന് കേട്ടോ. കഷ്ടകാലത്തിന് ആന വല്ലതും ഒന്ന് തിരിഞ്ഞെങ്കിൽ എൻ്റെ ജീവൻ പോകും. അതുകൊണ്ട് ഞാനുണ്ടല്ലോ ഇച്ചിരി സ്ഥലമൊക്കെ ഓടാനുള്ള സ്ഥലമൊക്കെ നോക്കിയാണ് വെച്ചത്. അതെല്ലാം കഴിഞ്ഞ് ബാൻഡ് മേളമൊന്നും ഞാൻ എടുത്തില്ല. ബാൻഡ് മേളമൊക്കെ കഴിഞ്ഞ് ഭയങ്കര ബാൻഡ് മേളവും തുള്ളലൊക്കെ ആയിരുന്നു കേട്ടോ. പിള്ളേരും വലിയവരും എല്ലാവരും. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അമ്പലത്തിനകത്ത് നമ്മുടെ വാഹന പൂജയാണ് കേട്ടോ. ഭഗവാനെ അലങ്കരിച്ച് പ്രദക്ഷിണം ചെയ്യുന്ന വാഹന പൂജയാണ്. ഇതെല്ലാം മെമ്പർമാരാണ് കേട്ടോ ഈ പോകുന്നതൊക്കെ. മെമ്പർമാരെന്ന് വെച്ചാൽ ദേവസ്വം പ്രസിഡൻറ്റും സെക്രട്ടറിയും മെമ്പറൊക്കെ ദേവസ്വം തിരുമല ദേവസ്വമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കുട്ടി സബ്സ്ക്രൈബ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരായിട്ടൊക്കെ സെൽഫി എടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് ഇത് കഴിഞ്ഞ് സദ്യ തുടങ്ങും കേട്ടോ. ഇപ്പം 3 മണിയായി. നമ്മുടെ കടയിൽ തുണിക്കടയുണ്ട്, അമ്പലത്തിൻ്റെ 2 തുണിക്കടയാണ്. സപ്താഹത്തിൻ്റെ ഒക്കെ
പഴക്കടത്തിൻ്റെ കണ്ട്. ഇന്ന് നരസിംഹ ജയന്തി ആറാട്ട് ദിവസമാണ് ഞങ്ങൾ പോയ ദിവസം. ഇന്ന് വൈകിട്ട് ഇപ്പോൾ എനിക്കൊന്നൊരു 6 മണി 6:30 അടുത്തായെന്ന് തോന്നും. ഭയങ്കര മഴക്കോളുണ്ട് കേട്ടോ. സാധാരണ ഞങ്ങളിപ്പോൾ ഇരിക്കുന്നിടത്ത് ഈ ദിവസം ഇല ഇടാറില്ല കേട്ടോ, സദ്യ കൊടുക്കാറില്ല, മുറ്റത്താണ് ഇരുത്തി കൊടുക്കാറ്. പിന്നെ മഴക്കോൾ കണ്ടതുകൊണ്ട് മാത്രം എല്ലാവരും ഇവിടെ തറയിൽ കയറി ഇരിക്കാൻ പറഞ്ഞ് അങ്ങനെ തിണ്ണയിൽ കയറിയിരുന്ന് എല്ലാവരും ഇലയൊക്കെ കൊണ്ടുവന്ന് തന്നു. ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആദ്യമേ തന്നത് ഇവിടുത്തെ പ്രസാദമാണ് കേട്ടോ, അവൽ നനച്ചത്. നല്ല അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ എന്ന് വെച്ചാൽ അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. പിന്നെ ഓരോ വിഭവങ്ങളൊക്കെ ആയിട്ട് വിളമ്പി വന്നു. പപ്പടമുണ്ട്, പിന്നെ നമ്മുടെ മാങ്ങ, പഴുത്ത മാങ്ങ ഇല്ലേ, പഴുത്ത മാങ്ങയും കടലപ്പരിപ്പും തേങ്ങയെല്ലാം കൂടെ അരച്ച ഒരു മധുരക്കറി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ശീമച്ചക്കയില്ലേ, കടച്ചക്ക എന്നാണ് തോന്നുന്നു പറയുന്നത്, ആ ശീമച്ചക്കയും കിഴങ്ങും എല്ലാം കൂട്ട് വറുത്തരച്ച കറി, പിന്നെ അച്ചാറ്, പിന്നെ തൈരൊഴിച്ച ഇഞ്ചിക്കറി, പിന്നെ പരിപ്പ് കറി, പപ്പടം, അങ്ങനെ കുറേ വിഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അനിയത്തിയുടെ വീട്ടിൽ പോയപ്പോൾ അതേണ്ട അനിയത്തിയുടെ അവിടെ ബന്ധുക്കളാണ് ഇതെല്ലാവരും കേട്ടോ. എല്ലാവരും കട്ട ഫാനാണ്, നമ്മുടെ കൊച്ചിക്കാരാണ്. കൊച്ചിയുണ്ട്, കൊല്ലമുണ്ട്. അവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2 കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് കുറേ കഥകൾ പറയാണ്. വേറൊന്നുമല്ല, എൻ്റെ വീഡിയോ ഫസ്റ്റ് മുതലേ കാണുമെന്ന് വെച്ചാൽ 1 വർഷത്തോളം ഇരുന്ന് ഈ വീഡിയോ എല്ലാം വീഡിയോ കാണാറുണ്ട്. അന്ന് 23 ലൈക്കൊക്കെ വരത്തുള്ളൂ, 23, 15 ലൈക്ക്, അതേപോലെ കമൻറ്റ് 1, 2. ഇപ്പോൾ ഒത്തിരി ലൈക്കും കമൻറ്റൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞേട്ടാ. ഈ ദിവസത്തെ ഏറ്റവും വലിയ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സദ്യ കഴിഞ്ഞ ഉടനെ ഒരു അരമണിക്കൂറിനകം ഇവിടെ നരസിംഹസ്തുതി ചൊല്ലാറുണ്ട് കേട്ടോ. അതിനുശേഷമുള്ള ആരതിയും പടക്കവും വെടിക്കെട്ടൊക്കെയാണ്. നരസിംഹസ്തുതിയും വെടിക്കെട്ടും പടക്കവും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി നേരെ ഇവിടുത്തെ പ്രസാദം വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ പോകുവാണ്. അപ്പോൾ ഇനി ആറാട്ടൊക്കെ രാത്രിയിലാണ്ട്, പല്ലക്ക് പൂജയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും ഞങ്ങൾ നിൽക്കുന്നില്ല. ഇപ്പം തന്നെ മണി 10 അപ്പോൾ ഇനി പോകുകയാണ്. നല്ല കിടിലനൊരു സോപാനമാണ് കേൾക്കുന്നത്. അമ്പലപ്പുഴയിലുള്ള ഒരു അദ്ദേഹമാണ്, എനിക്ക് പേരറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അദ്ദേഹം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.